students, welcome to yet another lecture series of Income Tax Assessment 1. അപ്പോൾ നമ്മൾ ഇന്നും പുതിയൊരു പ്രോബ്ലം ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. അസസ്മെന്റ് ഓഫ് ഫേം. സോ നമുക്കറിയാം ഫേമിന്റെ പ്രോബ്ലം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. ഒന്ന് നമ്മൾ നോക്കേണ്ടത് എന്തൊക്കെയാണ്? ഒന്ന് ഫേം ഫുൾഫിൽസ് കണ്ടീഷൻ അണ്ടർ സെക്ഷൻ 184. രണ്ട് അവരുടെ വർക്കിംഗ് പാർട്ട്നേഴ്സ് ആരൊക്കെയാണ്? സോ ലെറ്റ്സ് ലുക്ക് ഇൻടു ദി ക്വസ്റ്റ്യൻ. സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: The profit and loss account of Miss PQ Partnership firm P&Q of P&Q for the year ending 31st March 2019 is given below. നമുക്ക് we have stock, opening stock 30,000, purchases 1,50,000, penalties and fine 59,000, office expenses 6,000, selling expenses 8,000, interest to partner P 6,000. We have a net profit of 7,28,000 and sales 9,50,000. Closing stock 25,000, rent from house property which is coming under the head income from house property 12,000. The firm fulfills condition under section 184 and the following details are also available. So point underline ചെയ്തേ, the firm fulfills condition under section 184. So interest of 6,000 at the rate of 8% has been paid to P on capital. So interest on capital 8% ഇങ്ങോട്ടൊന്ന് underline ചെയ്യുക. Penalties and fine have been levied because of illegal sale and purchase of goods. Penalties and fine അതൊന്ന് മാർക്ക് ചെയ്തേ, അത് ഞാൻ പറഞ്ഞു തരാം. Remuneration payable to partners as per deed P 4 lakh, Q 2 lakh. Then the P and Q are equal partners in a firm. The amount have not been debited in P&L account. Compute the tax payable by the firm and total income of the partners. So ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ളൊരു ഐറ്റം P&L അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ ഉണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ ഇൻകം ഫ്രം ബിസിനസ് ആദ്യം കണ്ടുപിടിക്കണം. അതിനുശേഷം ഗ്രോസ് ടോട്ടൽ ഇൻകം അതിനുശേഷം നമ്മളുടെ 5 ഹെഡ്സ് ഓഫ് ഇൻകം കൂടെ ആഡ് ചെയ്തതിന് ശേഷമേ നമുക്ക് ടോട്ടൽ ഇൻകം ഓഫ് ദി ഫേം കണ്ടുപിടിക്കാൻ പറ്റൂ. സോ ദി ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് വി ഹാവ് ടു കമ്പ്യൂട്ട് ദ ബുക്ക് പ്രോഫിറ്റ്. സോ ആദ്യം നിങ്ങൾ എഴുതേണ്ടത് കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ബിസിനസ്. ഓക്കെ, കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ബിസിനസ്. ആദ്യം നമുക്ക് വേണ്ടത് നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ, ഞാൻ ഈ പറയുന്ന ഓർഡറിനനുസരിച്ച് ചെയ്യാം. ആദ്യം നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ P&L അക്കൗണ്ട് എഴുതി 7,28,000. നോർമലി നമ്മൾ ആഡ് ചെയ്യുന്നത് ഡിസലൗഡ് എക്സ്പെൻസസ്. ഡിസലൗഡ് എക്സ്പെൻസ് എവിടെ കിടക്കുന്നതാണ്? P&L അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ, അതായത് ബിസിനസ്സുമായിട്ട് റിലേറ്റഡ് അല്ലാത്ത എക്സ്പെൻസ്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഡിസലൗഡ് അല്ല, പർച്ചേസ് ബിസിനസ് റിലേറ്റഡ് ആണ്. പെനാൽറ്റീസ് ആൻഡ് ഫൈൻ ഓഫ് കോഴ്സ് ഇറ്റ് ഇസ് എ ഡിസലൗഡ് എക്സ്പെൻസ്. മക്കളെ, നിങ്ങൾ ഡിസലൗഡ് എക്സ്പെൻസ് ഏതൊക്കെയാണെന്ന് അറിയാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഒരു പേപ്പറിൽ എഴുതിയിടുക. ഇതൊക്കെയാണ് ഡൊണേഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ്, ദെൻ പെനാൽറ്റീസ് ആൻഡ് ഫൈൻ, ഇൻകം ടാക്സ്, വെൽത്ത് ടാക്സ്. ഇതൊക്കെ ഡിസലൗഡ് എക്സ്പെൻസ് ആണ്. നിങ്ങളൊരു പേപ്പറിൽ എഴുതിയിടുക. ഓക്കെ, so penalties and fine ഞാൻ എഴുതി. disallowed expense 59,000. office expense disallowed ആണ് അല്ല, selling expense അത് ബിസിനസ് ആണ്. interest to partner P 6,000. അത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ്. അത് എന്തുകൊണ്ട് നമ്മൾ ഇവിടെ ആഡ് ചെയ്തില്ല? the answer is interest on capital in excess of 12% ആണ് ഇവിടെ എടുക്കുന്നത്. in excess of 12%. ഇവിടെ എത്രയേ ഉള്ളൂ? 8% നമ്മൾ ഇവിടെ എടുക്കണോ? വേണ്ട. are you clear? then remuneration payable to partner as per deed 4 lakh and Q 2 lakh. The amount have not been debited to P&L account. ആ പെർട്ടിക്കുലർ ഐറ്റം P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് ആ റെമ്യൂണറേഷൻ നമ്മൾ ആഡ് ബാക്ക് ചെയ്യണ്ട. നോർമലി നമ്മൾ P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിരിക്കുന്ന റെമ്യൂണറേഷൻ ആണ് ഡിസലൗഡ് എക്സ്പെൻസിന്റെ കൂടെ ആഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റിന്റെ കൂടെ ആഡ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യനിൽ റെമ്യൂണറേഷൻ ടു P&Q ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ P&L അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എഴുതിയിട്ടില്ലാത്തത് കൊണ്ട് നമ്മൾ ആ പെർട്ടിക്കുലർ ഐറ്റം ആഡ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ക്ലിയർ ആയോ? then P&Q are equal partners in the firm. അതും കൂടെ ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കുക. then ഇനി ക്രെഡിറ്റ് സൈഡിലോട്ട് വന്നേ. സെയിൽ ബിസിനസ് ആണല്ലോ.
closing stock business ആണല്ലോ. Rent from house property, it is coming under the head income from house property. So less rent from house property 12,000. So ഇത് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? Book profit. So our book profit is 7,75,000. Okay. So നമുക്കപ്പോ നമ്മുടെ ബുക്ക് പ്രോഫിറ്റ് കിട്ടി 7,75,000. നമുക്കപ്പോൾ ആദ്യത്തെ പാർട്ടായി ഇൻകം ഫ്രം ബിസിനസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ബുക്ക് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 7,75,000 ലെസ് റെമ്യൂണറേഷൻ ടു വർക്കിംഗ് പാർട്ട്ണർ. നമ്മൾ വർക്കിംഗ് നോട്ട് ആയിട്ട് എഴുതുക. നമ്മുടെ രണ്ട് പാർട്ട് ഉണ്ട്. ആക്ച്വൽ റെമ്യൂണറേഷൻ 6 lakh, അതായത് പിയുടെ 4 lakhും ക്യൂവിന്റെ 2 lakhും, ഓർ അതാണ് 6 lakh, ഓർ ഫസ്റ്റ് റുപ്പീസ് 3 lakh ഓഫ് ബുക്ക് പ്രോഫിറ്റ്. അതായത് ഈ 7,75,000 3 lakh നമ്മൾ ഇനി എടുത്തു. അതായത് അതിന്റെ അതായത് 1,50,000 ഓർ 3 lakhന്റെ 90%, അതാണ് 2,70,000. 3 lakhന്റെ 90%, whichever is more, 2,70,000. അതുകൊണ്ടാണ് ഞാനത് റൗണ്ട് ഇട്ടേക്കുന്നത്. Then ബാലൻസ്, അതായത് ബാലൻസ് എന്ന് പറഞ്ഞാല് 7,75,000 നിന്നും നമ്മൾ ആദ്യത്തെ 3 lakh ആദ്യം ഇനി എടുത്തു. ബാലൻസ് എന്ന് പറഞ്ഞാല് 4,75,000, അതായത് 7,75,000 നിന്നും 3 lakh കുറയ്ക്കുന്നതാണ് 4,75,000. സോ അതിന് 60%, 2,85,000. സോ ഈ 2,75,000ഉം 2,85,000 കൂടെ ആഡ് ചെയ്യുമ്പോൾ 5,55,000. സോ 1 or 2, അതാണ് ഞാൻ 2 സ്റ്റാർ ഇട്ടേക്കുന്നത്. 6 lakh or 5,55,000, whichever is less, 5,55,000. സോ അതാണ് ഈ റെമ്യൂണറേഷൻ ടു വർക്കിംഗ് പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞ് നമ്മൾ ലെസ് ചെയ്യുന്നത്. സോ നമ്മുടെ ബിസിനസ് ഇൻകം എന്ന് പറയുന്നത് 2,20,000. സോ ഇത്രയുമാണ് നമ്മുടെ ബിസിനസ് ഇൻകം. എന്തുകൊണ്ടാണ് ഇതിനെ ടോട്ടൽ ഇൻകം ഓഫ് ദി ഫേം എന്ന് വിളിക്കാത്തത്? ബിക്കോസ് വി ഹാവ് അനദർ ഹെഡ് ഓഫ് ഇൻകം, ദാറ്റ് ഈസ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. സോ അതും കൂടെ ആഡ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ ടോട്ടൽ ഇൻകം ഓഫ് ദി ഫേം കിട്ടൂ. ഓക്കെ, സോ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ദിസ് ഇസ് ആശ SP signing off from Bosco Campus Vision.